4 വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്നിവിടെ ഈ പത്രസമ്മേളനം KSU സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർക്കുന്നത്. 1 +1 സീറ്റ് വിഷയമാണ്, 2 നീറ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, 3 നമ്മുടെ ഇവിടെ കോഴിക്കോട് NIT ബന്ധപ്പെട്ട ഒരു വിഷയം, നാളെ ശനിയാഴ്ച ദിവസം പ്രവൃത്തി ദിവസമാക്കണമെന്ന തരത്തിലേക്കുള്ള ഒരു നിലപാടുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ. അപ്പോൾ ഇതിൽ ആദ്യമായി പറയുകയാണെങ്കിൽ +1 സീറ്റ് വിഷയം എല്ലാ അക്കാദമിക് വർഷത്തിൻ്റെയും ആരംഭത്തിൽ ഒരു റിക്കറിംഗ് സ്വഭാവത്തോടെ നടക്കുന്ന ഒരു വിഷയമായിട്ട് ഈ +1 വിഷയം തുടർന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ 8 വർഷക്കാലമായി പിണറായി വിജയൻ്റെ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ എല്ലാ വർഷത്തിൻ്റെയും അക്കാദമിക് വർഷത്തിൻ്റെ ആരംഭത്തിൽ +1 സീറ്റ് വിഷയം ഒരു വലിയ പ്രതിസന്ധിയായിട്ട് മുന്നോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ഒരു വലിയ കീറാമുട്ടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ വിഷയങ്ങൾ തുടരുന്നു എന്ന് പറയുമ്പോൾ ഇത് സർക്കാരിൻ്റെ വികലമായിട്ടുള്ള വിദ്യാഭ്യാസ നയം, അല്ലെങ്കിൽ മറ്റു വകുപ്പുകളെല്ലാം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ അതേപോലെ തന്നെ ഈ വിദ്യാഭ്യാസ വകുപ്പും അങ്ങനെ പോയാൽ മതി എന്ന സർക്കാരിൻ്റെ ഒരു മുൻവിധിയാണ് എല്ലാ വർഷാരംഭത്തിലും ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നത്. നമുക്കറിയാം, ദേശീയ വിദ്യാഭ്യാസ നയം വന്നതിന് ശേഷം പല BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും അത് നടപ്പിലാക്കാൻ അല്പം മടി കാണിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ വളരെ തിടുക്കത്തിൽ അത് കേരളത്തിൽ നടപ്പിലാക്കാൻ ഇവിടുത്തെ സർക്കാർ തയ്യാറായി മുന്നോട്ട് പോവുകയാണ്. നിർബന്ധിതവും സാർവത്രികവുമായിട്ടുള്ള വിദ്യാഭ്യാസം എന്ന ദേശീയ വിദ്യാഭ്യാസ നയം 18 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നിർബന്ധിതവും സാർവത്രികവുമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണമെന്ന ആ നയത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ അവർക്ക് തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇഷ്ടപ്പെട്ട ചോയ്സ്, ഇഷ്ടപ്പെട്ട സ്കൂളിൽ പഠിക്കാനുള്ള സാഹചര്യം നിലവിലില്ല. ഇവിടെ നിയമസഭയിലും മറ്റും വലിയ കണക്കുകളെല്ലാം നിരത്തി മന്ത്രി പറയുമ്പോഴും +1 സീറ്റിന് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ കണക്കും നിയമസഭയിൽ മന്ത്രി പറഞ്ഞ കണക്കുകളും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് സർക്കാർ രേഖകൾ തന്നെ സൂചിപ്പിക്കുകയാണ്. ഇവിടെ പോളിടെക്നിക് ഉണ്ട്, അല്ലെങ്കിൽ VHSC ഉണ്ട്, ഓപ്പൺ സ്കൂളിംഗ് ഉണ്ട്, അതിലേക്കെല്ലാം വിദ്യാർത്ഥികൾക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ 10 കഴിഞ്ഞ് ഞാൻ ഇന്ന കോഴ്സ്, ഇന്ന സ്ട്രീം, ഇന്ന സ്കൂളിൽ പഠിക്കണമെന്നത് ആ വിദ്യാർത്ഥിയുടെ അവകാശമാണ്. അത് ഉറപ്പുവരുത്തേണ്ടത് ഈ സർക്കാരിൻ്റെ ഒബ്ലിഗേഷനുമാണ് എന്ന് ഈ സർക്കാർ പല ഘട്ടത്തിലും മറന്നു പോവുകയാണ്. അവിടെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, കഴിഞ്ഞ തുടർച്ചയായി 8 വർഷമായി ഈ വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ അതിലൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണാൻ ഈ സർക്കാർ തയ്യാറാകുന്നില്ല. അത് ഈ സർക്കാരിൻ്റെ വികലമായിട്ടുള്ള വിദ്യാഭ്യാസ നയത്തിൻ്റെ തുടർച്ചയായിട്ട് നോക്കിക്കാണാൻ KSU ആഗ്രഹിക്കുകയാണ്. ഈ വിഷയത്തെപ്പറ്റി പഠനം നടത്താൻ കാർത്തികേയൻ നായർ കമ്മീഷൻ്റെ റിപ്പോർട്ട് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും അതിൻ്റെ റിപ്പോർട്ട് ഇപ്പോഴും ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. KSU ആവശ്യപ്പെടുന്നത് കാർത്തികേയൻ നായർ കമ്മിറ്റി റിപ്പോർട്ട് കോൾഡ് സ്റ്റോറേജിൽ നിന്ന് പുറത്തെടുക്കണം എന്നൊരു കാര്യം KSU ആവശ്യപ്പെടുകയാണ്. ശാസ്ത്രീയമായിട്ടുള്ള പഠനം ഈ വിഷയത്തിന്മേൽ നടത്താതെ എല്ലാ വർഷവും അധിക സീറ്റ് വർദ്ധിപ്പിക്കുക എന്നൊരു ചെപ്പടി വിദ്യ നടത്തുന്ന ആളായി മാത്രം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മാറുകയാണ്. ഇവിടെ വേണ്ടത് അധിക സീറ്റുകളല്ല, മറിച്ച് അധിക ബാച്ചുകളാണ് എന്ന ഒരു നിലപാട് എല്ലാ വർഷവും നമ്മൾ ആവർത്തിക്കുകയാണ്. എന്നാൽ സർക്കാർ ഇതുവരെ അതിനെ യാതൊരു ഗൗനിക്കാതെ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ് മുന്നോട്ട് ഉള്ളത്. ഹയർ സെക്കൻഡറി സ്പെഷ്യൽ റൂൾ പ്രകാരം നമുക്കറിയാം, ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളാവുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 50ആയി നിജപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ +1 പഠിക്കുന്ന വിദ്യാർത്ഥികൾ അഡോളസൻ്റ് ഏജിലുള്ള വിദ്യാർത്ഥികളാണ്, ഗ്രോയിങ് സ്റ്റേജിലുള്ള വിദ്യാർത്ഥികളാണ്. ഒരു ക്ലാസ്സിൻ്റെ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം. അപ്പോൾ ഈ 50 എന്ന എണ്ണം നിജപ്പെടുത്തുമ്പോൾ അത് സീറ്റുകളുടെ അപര്യാപ്തത മൂലം അത് 60ആയും 65ആയും 70ആയും ഉയർത്തുമ്പോൾ എങ്ങനെ വിദ്യാർത്ഥികൾക്ക് ആ ക്ലാസ് മുറികളിൽ ഇരുന്ന് അവർക്ക് പഠിക്കാൻ സാധിക്കുമെന്നൊരു വലിയ പ്രതിസന്ധിയുണ്ട്. ഈ സർക്കാർ ഇതിനെപ്പറ്റി യാതൊരു രീതിയിലേക്കും അതിനെപ്പറ്റി ഗൗരവകരമായിട്ട് എടുക്കുന്നില്ല. പഠിക്കേണ്ടവർ മാത്രം പഠിക്കട്ടെ എന്ന ഈ സർക്കാരിൻ്റെ നിലപാട് തിരുത്തണമെന്ന ഒരാവശ്യം KSU മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് KSU നാളെ DD ഓഫീസിന് മുൻപിൽ, കോഴിക്കോട് DD ഓഫീസിൻ്റെ മുൻപിൽ സംസ്ഥാന KSU കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു സമര പ്രഖ്യാപനമായി ഒരു ഏകദിന ഉപവാസം നടത്തുകയാണ്. വരുന്ന ആഴ്ച ജില്ലാ KSU കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിപുലമായിട്ടുള്ള മാർച്ചുകളുമായിട്ട് കടന്നു വരുന്നു. അതിനുശേഷം സംസ്ഥാന KSU കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചുകളുമായി കടന്നു വരികയാണ്. അപ്പോൾ ഈ വിഷയത്തെ വളരെ ലാഘവത്തോടു കൂടി കാണാനുള്ള സർക്കാരിൻ്റെ സമീപനം അവസാനിപ്പിക്കണം. എന്തുകൊണ്ടാണ് അധിക ബാച്ചുകൾ അനുവദിക്കാൻ ഈ സർക്കാർ തയ്യാറാകാത്തതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കണമെന്നൊരാവശ്യം KSU മുന്നോട്ട് വയ്ക്കുകയാണ്.
ഇത് ഈ വിഷയത്തെ കേവലം ഒരു ജാതീയമായിട്ടുള്ളൊരു വിഷയമോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ളൊരു വിഷയമോ ഒരു പ്രദേശത്തിൻ്റെ വിഷയമോ ആയിട്ട് ചുരുക്കി കാണിക്കാതെ ഇത് വിദ്യാർത്ഥികളുടെ വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ആംഗിളിൽ തന്നെ ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ KSU ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്തി വിദ്യാർത്ഥികളുടെ ശോഭനമായിട്ടുള്ള ഭാവി ഉറപ്പുവരുത്തണമെന്ന് സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഒപ്പം രണ്ടാമതായി നീറ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടാണ് നടന്നത്. അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ വലിയ ഗൂഢാലോചന ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. അത് ചോദ്യപേപ്പർ ചോർച്ചയുടെ വിഷയത്തിലായിക്കോട്ടെ, സെൻറ്റർ അലോട്ട് ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, അതിൻ്റെ വിഷയങ്ങൾ വിദ്യാർത്ഥികൾക്ക് സമയം ലഭിച്ചില്ല എന്നതുമായിട്ട് ബന്ധപ്പെട്ട് കമ്മിറ്റിയെ നിയോഗിച്ച വിഷയത്തിലായിക്കൊള്ളട്ടെ, ഗ്രേസ് മാർക്ക് കൊടുത്ത വിഷയത്തിലായിക്കൊള്ളട്ടെ, അങ്ങനെ തുടക്കം മുതൽ ഒടുക്കം വരെ അതിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട്, വലിയ അഴിമതി നടന്നിട്ടുണ്ട്. അതിനെ വളരെ ലാഘവത്തോടു കൂടി തന്നെയാണ് കേന്ദ്ര സർക്കാർ നോക്കിക്കാണുന്നത്. അതിലുള്ള പ്രതിഷേധം KSU സംസ്ഥാന കമ്മിറ്റിയുടെ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണ്. NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശ്വാസ്യത പോലും തകർക്കുന്ന തരത്തിലേക്കാണ്. നമുക്കറിയാം, വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് വിദ്യാർത്ഥികളെല്ലാം ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലേക്കൊക്കെ കടന്നു വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുമ്പോൾ NTA എന്ന് പറയുന്ന ടെസ്റ്റിംഗ് ഏജൻസിയിൽ ഒരു വിശ്വാസ്യത ഉണ്ടായിരുന്നു. ആ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന തരത്തിലേക്കാണ് ഇത്തരത്തിൽ ഈ വർഷത്തെ ഇടപെടലുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ എല്ലാം സാഹചര്യത്തിൽ മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ NTA ഡയറക്ടർ ജനറൽ സുബോധ് കുമാർ സിംഗിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കാൻ സർക്കാർ തയ്യാറാകണം. ഒപ്പം ഇതിൽ സുതാര്യമായിട്ടുള്ളൊരു അന്വേഷണം നടത്തി വിദ്യാർത്ഥികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാനുള്ളൊരു നടപടി കൂടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് സൂചിപ്പിക്കുകയാണ്. മൂന്നാമതായി നമ്മൾ സൂചിപ്പിച്ച വിഷയം NIT, നമ്മുടെ കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന NITയിലെ ഒരു വിഷയം നിങ്ങളുടെ എല്ലാവരെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അവിടെ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സമരം ചെയ്തു എന്നതിൻ്റെ പേരിൽ 5ഓളം വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുകയും അവർക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഷോക്കോസ് നോട്ടീസ് കൊടുക്കുകയാണ്. ഒരു വിദ്യാർത്ഥി സമരം ചെയ്തു എന്നതിൻ്റെ പേരിൽ ഏകദേശം 6 ലക്ഷത്തോളം രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറയുമ്പോൾ 5 വിദ്യാർത്ഥികൾ ഏകദേശം 30 ലക്ഷം കേവലം ആ സ്ഥാപനത്തിനെതിരെ ഒരു സമരം നടത്തി വിദ്യാർത്ഥികൾ തങ്ങളുടെ അവകാശം ഉപയോഗപ്പെടുത്തി എന്നതിൻ്റെ പേരിൽ അവർ 30 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന് പറയുമ്പോൾ ഈ സംഘപരിവാർ അജണ്ട കേരളത്തിൻ്റെ മണ്ണിൽ, അത് ഒരു ഓട്ടോണമസ് സ്ഥാപനമാണെങ്കിൽ പോലും, കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്നതാണെങ്കിൽ പോലും അത് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ്. ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു, ഈ സംഘപരിവാർ അജണ്ട വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളെ പല്ലും നഖവും ഉപയോഗിച്ച് KSU തടുക്കും. ആ വിദ്യാർത്ഥികൾക്ക് കൊടുത്തിരിക്കുന്ന ഷോക്കോസ് നോട്ടീസ് പിൻവലിക്കണം. നടപടിക്ക് ശുപാർശ ചെയ്ത നിലപാടിൽ നിന്ന് അവിടുത്തെ സ്ഥാപന മേധാവി പുറകോട്ട് പോകണം. അല്ല എങ്കിൽ ആ ക്യാമ്പസിൽ നിന്ന് അവിടെയുള്ള ഈ ഇതിൻ്റെ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകളെ പുറത്തിറങ്ങാൻ KSU അനുവദിക്കത്തില്ല. വലിയ സമരവുമായിട്ട് KSU മുന്നോട്ട് പോകും എന്ന് സൂചിപ്പിക്കുകയാണ്.